നമസ്കാരം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനലിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് ആരുടെ വീടാണെന്ന് അറിയാമോ? മലയാള സിനിമയിലെ അനുഗ്രഹീത സംവിധായകൻ പത്മരാജൻ സാറിൻ്റെ വീടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച സംവിധായകനാണ് പത്മരാജൻ. എല്ലാവരും ഒരു കാലത്ത് മത്സരിച്ചുകൊണ്ടിരുന്നത് പത്മരാജനെ പോലെ സിനിമ എടുക്കണം എന്നായിരിക്കും. അതിനാർക്കും കഴിയില്ല. അദ്ദേഹത്തിനെ പോലൊരു സംവിധായകൻ ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അപ്പോൾ മലയാള സിനിമയുടെ ഏറ്റവും നല്ല ക്ലാസിക് സൃഷ്ടികൾ ഉണ്ടാക്കിയെടുത്ത ഏറ്റവും മികച്ച സംവിധായകനാണ് പത്മരാജൻ സാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ ഒരു വീട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതിലേറ്റവും കൂടുതൽ എല്ലാവർക്കും ഓർമ്മ വരുന്ന കുറച്ച് സിനിമകളുണ്ട്. തൂവാന തുമ്പികൾ, അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ, അതുപോലുള്ള ഒരുപാട് കിടിലൻ സിനിമകൾ. എത്ര തവണ കണ്ടാലും നമുക്ക് മടുപ്പ് തോന്നാത്ത, ഇനിയും ഒരുപാട് തവണ കാണാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള സിനിമകളാണ് പത്മരാജൻ സാറിൻ്റെ സൃഷ്ടികൾ. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ പൂജപ്പുര നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ഡയറക്ടർ പത്മരാജൻ സാറിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളെന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും നശിച്ചു പോകാത്ത സൃഷ്ടികളാണ്. ഇന്നത്തെ കാലത്ത് പോലും എത്രയോ വലുതാണ് അദ്ദേഹത്തിൻ്റെ പടങ്ങൾ. മികച്ച കളക്ഷൻസ് നേടിയ പടങ്ങളാണോ എന്നുള്ളതിലൊക്കെ എനിക്ക് സംശയങ്ങളുണ്ട്. പക്ഷേ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അത്രയും നല്ല, നമുക്ക് വെറുപ്പ് തോന്നാത്ത സിനിമകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ പറയേണ്ടി വരും. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെന്ന് പറയുന്നത് ഒരു പ്രത്യേക കണക്ഷൻ ഉണ്ടാക്കി വെച്ച സിനിമകളാണ്. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ പത്മരാജൻ സാറിൻ്റെ വീടിൻ്റെ ഒരു ലൈനിലോട്ട് കയറണം കേട്ടോ. പൂജപ്പുര വന്ന് കുറച്ച് കറങ്ങിയതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകാൻ പറ്റൂ. കുറച്ച് ഉള്ളിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുന്നത്. നല്ലൊരു കയറ്റമാണ് കേട്ടോ ഇത്. ഇവിടെ മൊത്തം വീടുകളുണ്ട്, നിറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ കേട്ടോ. ഇഷ്ടം പോലെ വീട് രണ്ട് സൈഡിലും. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ സാറിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അങ്ങനെ ഞാൻ വണ്ടി നിർത്തിയിട്ട് പുറത്തിറങ്ങി. നമ്മൾ പത്മരാജൻ സാറിൻ്റെ വീടിരിക്കുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഹൗസിങ് കോളനി കണക്ക് ഒരുപാട് വീടുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട് കാണാനായിട്ട് പറ്റും. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ഇടത്തേക്കൊരു ചെറിയ വഴിയുണ്ട്. അപ്പോൾ അതുവഴി താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട് കാണാനായിട്ട് പറ്റും. ഇതേ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ താഴെയായിട്ട് മൺകട്ട പോലെ ഒരു വീട് കാണുന്നുണ്ടോ? അതായത് മൺകട്ടയാണ്, പക്ഷേ അത് വേറൊരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാണുന്ന വീടാണ് പത്മരാജൻ സാറിൻ്റെ വീട്. അതാ ഈ കാണുന്ന ഈ ചെറിയ വഴിയെ ഞാനങ്ങ് താഴോട്ട് ഇറങ്ങാൻ പോകാം കേട്ടോ. അവിടെ ഡോഗ് വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് അവിടം വരെ പോയി നോക്കാം. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അനുഗ്രഹീത സംവിധായകൻ പത്മരാജൻ സാറിൻ്റെ വീട്ടിൽ പോവുക എന്ന് പറഞ്ഞാൽ അതും ഒരു ഭാഗ്യം തന്നെയാണ്.
ഗൈസ് ഞാനിവിടെ വരുമ്പോഴേ സാറിൻ്റെ വൈഫ് ഇവിടെ ഉണ്ട്. അമ്മ ഇവിടെ തിരക്കിലാണ്. അപ്പോൾ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അമ്മ ജസ്റ്റ് ഒന്ന് ഓ സാറിൻ്റെ ഒരുപാട് ഫോട്ടോ കളക്ഷൻസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കുഴപ്പമില്ല കുഴപ്പമില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മമ്മൂക്ക, ലാലേട്ടൻ, ഇങ്ങനെ ഒരുപാട് പേര് ഫോട്ടോയോട് ഒരുപാടുണ്ട്. സാറിൻ്റെ ആ പഴയ ഷൂട്ടിംഗ് ടൈമിലുള്ള സാറിൻ്റെ ആ സിനിമയുടെ ഇടയ്ക്ക് നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതായിരിക്കും ഇതെല്ലാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊരു ഓട്ടിച്ച് പോവാണ്. ഇതെല്ലാം വളരെ പഴക്കമുള്ള ഫോട്ടോകളാണ്. ഞാനങ്ങനെ അമ്മേനെ കണ്ടിട്ട് വീട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പെർമിഷൻ നമ്മൾ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് പത്മരാജൻ സാറിൻ്റെ ആ ഒരു വീട്. പത്മരാജൻ സാറിൻ്റെ ആ പഴയ 1986 84 നമ്മൾ പറഞ്ഞത് ആ ടൈമിലുള്ള അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആ കാറാണ് ഈ കാണുന്നത്. ഇന്നും ആ കാർ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു വലിയൊരു ഓർമ്മ തന്നെയാണ് കേട്ടോ ഇത്. നോക്കി ഇതിനകത്ത് ഇരുന്നുകൊണ്ടാണ് സാറ് ഒരുപാട് ടൈമിൽ പല സെറ്റുകളിലേക്കും പല സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയിട്ടുള്ളത്. കുറച്ച് പൊടിയൊക്കെ പിടിച്ച് കിടക്കുവാണ്. എന്നിരുന്നാലും ഇത് കൊടുത്തിട്ടില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ആ വണ്ടിയുടെ നമ്പർ. സത്യം പറഞ്ഞത് കാണുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷമുണ്ട്. സാറിന് നേരിൽ കാണുന്ന കണക്കാണ് യഥാർത്ഥത്തിൽ അല്ലേ. ആ ഒരു വാഹനമായിട്ട് അദ്ദേഹത്തിന് അത്രയും വലിയൊരു ടച്ച് ഉണ്ടാവും. ഇതിലൊക്കെ ഒരു പക്ഷേ ഏതെല്ലാം നടന്മാരാണ് ഇതിനകത്ത് കയറി യാത്ര ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷൂട്ടിംഗ് ടൈമിൽ ഇത് പലർക്കും ഒരു മെമ്മറി ആയിരിക്കും ഈ ഒരു കാറെന്ന് പറയുന്നത്. സത്യം പറയാൻ ഇങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു സന്തോഷമുണ്ട് ഈ ഒരു വണ്ടി കാണാൻ പറ്റിയതിൽ. ഈ വണ്ടിക്ക് കാര്യമായി വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് നല്ല രീതിയിൽ റീസ്റ്റോറേഷൻ ചെയ്തെടുക്കാൻ പറ്റും ഈ വണ്ടിയൊക്കെ. ഇപ്പോൾ അറിയാമല്ലോ പത്മിനിയുടെയൊക്കെ ഇതെന്താണെന്നുള്ളത്. റീസ്റ്റോറേഷൻ ചെയ്ത് ഇവിടെ തന്നെ സൂക്ഷിച്ച് വയ്ക്കുക അല്ലേ. ഈ ഗ്യാരേജിൽ പുതിയൊരു വണ്ടി വന്നെങ്കിലും ഇതിന് ശേഷം വേറെ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു വണ്ടി മാത്രം കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിനെ പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിനും എന്തോ ഒരു വെറൈറ്റി ഉള്ള കണക്ക് എനിക്ക് തോന്നുന്നത് കേട്ടോ കണ്ടിട്ട്. സാധാരണ നമ്മൾ കാണുന്ന കണക്കുള്ള ആ ഒരു സാധാരണ വീട് കണക്കല്ല. അപ്പോൾ അമ്മ നമ്മുടെ അടുത്ത് കുറച്ച് നേരം ഒരു ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് മാത്രം നമ്മുടെ അടുത്ത് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് സംസാരിച്ചു. തിരക്കുകളിലാണ്. എന്തായാലും ഇത്രയും നേരം നമ്മുടെ അടുത്ത് വരാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ വിശേഷങ്ങൾ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് നടക്കുകയാണ് കേട്ടോ.
ചിലപ്പോൾ ഇവിടെ മക്കളോ ആരെങ്കിലും ഉണ്ടാവുമെന്നാണ് കരുതിയത്. എന്തായാലും അമ്മയെ കാണാൻ പറ്റിയത് വലിയ ഭാഗ്യമാണ്. അമ്മയ്ക്ക് തീരെ ടൈം ഉണ്ടായിരുന്നില്ല, എങ്ങോട്ടോ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറായി നിന്നപ്പോഴാണ് ഞാൻ വന്നത്. നല്ല കലാസൃഷ്ടിയുടെ അന്തിമ വിധി കൽപ്പിക്കപ്പെടുന്ന ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടായിരിക്കും. അതിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കാൻ ഒരുപക്ഷെ വേറൊരു തലമുറ പിറക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ വരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയുണ്ട്, സീസൺ എന്ന് പറയുന്ന ഒരു ഫിലിം. അത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ട്രിവാൻഡ്രത്തും പല സ്ഥലങ്ങളിലാണ് ആ സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. കോവളം ബീച്ചും അതേപോലെ തന്നെ പൂജപ്പുര സെൻട്രൽ ജയിലും ഒക്കെ ആ ഒരു സിനിമയിൽ വേറൊരു രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. വളരെ നഷ്ടം തന്നെയാണ്. വളരെ പെട്ടെന്നാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. അദ്ദേഹത്തിന്റെ ഒരുപാട് സൃഷ്ടികളുണ്ട്, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല.